8-ാം സങ്കീർത്തനം 2-ാം വാക്യം ഇന്നത്തെ ധ്യാനത്തിനായി വായിക്കാം. ദൈവമേ, നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. ഈ കീർത്തനം ആരംഭിക്കുമ്പോൾ ഞങ്ങളുടെ കർത്താവായ യഹോവേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം അതിൻ്റെ 2-ാം വാക്യവും അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചു. എനിക്ക് ഈ വചനം മനസ്സിലാക്കാൻ സാധിച്ചിട്ട് 10 കൊല്ലമേ ആയുള്ളൂ. അത് എൻ്റെ ചർച്ചിൽ സങ്കീർത്തന ധ്യാന മധ്യത്തിൽ കിട്ടിയ ഒരു റെവലേഷനാണ്. ഞാൻ അത്യന്തം ആഹ്ലാദ ചിത്തനായി അന്ന് പ്രസംഗിച്ചത് ഞാൻ ഇന്നും ഓർക്കും. ചർച്ചിലുള്ള എല്ലാവരും അന്ന് ഏറ്റവും സന്തോഷിച്ചു. കാരണം ആ ഒരു വചന വെളിപ്പാട് എവിടെ നിന്നും അതിനു മുമ്പ് ലഭിച്ചിരുന്നില്ല. ഇതൊരു ആത്മീയ വെളിപ്പാടാണ്. അതുകൊണ്ട് നമുക്ക് വചനത്തെ ഒരു ഇതര പുസ്തകങ്ങൾ പഠിക്കുന്ന ലാഘവത്തോടെ പഠിക്കാതെ ഒരു ഡിവൈൻ റെവലേഷൻ, ഒരു ദൈവിക വെളിപ്പാടായിട്ട് പ്രാപിക്കാനും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇപ്പോൾ ലോകത്തിൽ എന്തെല്ലാം ബുക്കുകളുണ്ട്. ഹിസ്റ്ററി പഠിക്കുന്ന ആളുകൾ നല്ല ഓർമ്മശക്തിയുള്ളവരാണ്. പിന്നെ ശാസ്ത്രീയ വിഷയങ്ങൾ ഒത്തിരി പഠിക്കാനുണ്ട്, സയൻസും അതിനോട് ബന്ധപ്പെട്ടതുമെല്ലാം. ഇതിനകത്തെല്ലാം നല്ല പഠനങ്ങളുണ്ട്, ബുദ്ധി ആവശ്യം. പക്ഷെ വേദപുസ്തകം അഥവാ ദൈവവചനം അല്പം വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പം ഞാൻ ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പഠനം നടത്തിയാൽ ഒരിക്കലും ഒരു ഫസ്റ്റ് ക്ലാസ് വാങ്ങുന്ന വിദ്യാർത്ഥിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കഷ്ടിച്ച് പാസ്സാകുന്ന ഒരു വിദ്യാർത്ഥിയെ ഞാൻ ഒരു നമ്പർ 1 അല്ല, സ്മാർട്ടല്ല, കഷ്ടിച്ചങ്ങ് പഠിച്ചു പോകാനേ പറ്റുള്ളൂ. എനിക്ക് ഒരു പാട്ട് കേട്ടാൽ ഞാൻ വേഗം പഠിക്കാൻ ശ്രമിക്കും. ഒരു പ്രസംഗം കേട്ടാൽ എനിക്ക് ഇഷ്ടമാണ്. എന്നല്ലാതെ എൻ്റെ കൂടെ പഠിച്ച മറ്റു പലരെക്കാളും ഞാൻ പുറകിലായിരുന്നു. എന്നാൽ ദൈവവചനത്തിൽ ദൈവം തരുന്ന വെളിപ്പാടുകളുടെ കാര്യത്തിൽ എനിക്ക് വലിയ അഭിമാനവും വലിയ സന്തോഷവുമുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് വലിയ അഭിമാനവും വലിയ സന്തോഷവുമുണ്ട്. ഈ വചനം ഞാൻ ഒരിക്കൽ ഒരു 30,000-ത്തിലധികം ആളുള്ള യോഗത്തിൽ വേറൊരു പ്രസംഗത്തോടുള്ള ബന്ധത്തിൽ സൂചിപ്പിച്ചപ്പോൾ വളരെ അടുത്തമുള്ള ആളുകൾ എന്നെ വിളിച്ച് ചോദിച്ചു, ഇത് എവിടെ നിന്ന് ലഭിച്ചു എന്ന് പറഞ്ഞാൽ കമൻട്രികളിൽ ഉണ്ടോ എന്നാ ചോദ്യം. ഇല്ല, ശ്രദ്ധിച്ചോളൂ, നമ്മൾ ആകെ 5 മിനിറ്റ് കൊണ്ട് തീർക്കണം. ദൈവത്തിൻ്റെ ശത്രുവിനെ മനുഷ്യന്റെ ശിശുവിനെ കൊണ്ട് ബ്ലോക്ക് ചെയ്യിപ്പിക്കും. കേട്ടിട്ടുണ്ടോ? അത് ദൈവത്തിൻ്റെ ഒരു തമാശ ആണെന്ന് വേണേൽ പറയാം. എന്ന് പറഞ്ഞാൽ മഹാദൈവം പറയുക, നീ എനിക്ക് തക്ക എതിരാളിയൊന്നുമല്ല, നിന്നോട് ഏറ്റുകൊണ്ടാണെന്ന് ഞാൻ വരുന്നത്. ദൈവം ആരാ? ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ പ്രപഞ്ചം മുഴുവനുണ്ടായി. മത്സ്യങ്ങൾ കൂട്ടമായി ജനിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ കടൽ മുഴുവൻ മീനായി. കടലിൽ എത്ര മീനുണ്ടെന്ന് ആർക്കെങ്കിലും പറയാമോ? ലക്ഷമല്ല, കോടിയല്ല, കിൻഡല്, ടണ്ണ്. എത്ര ടൺ മീനാ ഒരു ദിവസം പിടിച്ച് കയറ്റുന്നേ? മീനില്ലാതെ മലയാളിക്ക് ജീവിക്കാൻ പറ്റുമോ? മീനില്ലാതെ ഇംഗ്ലീഷുകാർക്ക് ജീവിക്കാൻ പറ്റുമോ? അമേരിക്കക്കാർക്ക് ജീവിക്കാൻ പറ്റുമോ? എത്ര ടൺ മീൻ ഒരു ദിവസം തിന്നുന്നു? എത്ര ടൺ ചിക്കൻ? ഇതിനെയെല്ലാം സൃഷ്ടിച്ചതൊറ്റ വാക്ക്. ആകാശത്തിൽ പറവജാതി പറക്കട്ടെ എന്ന് പറഞ്ഞപ്പം കോഴി മറന്നു, കോഴിയും പറന്നു. ചെറുതായിട്ട്, വലിയ പറക്കൊന്നുമില്ല. ബാക്കി എല്ലാ ഐറ്റവും, ചിറകുള്ള ഐറ്റങ്ങളെല്ലാം ആ കൂട്ടത്തിൽ കയറി പോകുന്നു.
വെറൈറ്റി. ഈ ദൈവത്തിനൊരു എതിരാളിയുണ്ടോ? അതൊക്കെ വലിയ വിഷയമാണ്. പക്ഷെ നമ്മുടെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അത് തീരത്തില്ല. ദൈവത്തിൻ്റെ ദൂതന്മാരിൽ അഗ്രഗണ്യനായിരുന്ന ആളാണ് ലൂസിഫർ. അവനാണ് ദൈവത്തിൻ്റെ തേജസ് മറയ്ക്കുന്നത്, മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിക്കുന്നത്, മറ്റുള്ളവർക്ക് മറയ്ക്കുന്നവൻ. ചിറക് വിടുത്ത് മറയ്ക്കുന്ന കിരൂവാണ് നീ എന്ന് പറയുന്നുണ്ട്. എന്നാൽ അവൻ നിഗളം നിമിത്തം ദൈവത്തിൽ നിന്ന് തള്ളപ്പെട്ടു. അവൻ അവൻ്റെ മുഴു ശക്തി ഉപയോഗിച്ച് ദൈവത്തിൻ്റെ പദ്ധതികൾക്കെതിരെ നിൽക്കുകയാണ്. ദൈവത്തിനെതിരെ ഒന്നും നിൽക്കാൻ ഒക്കുകയല്ല, ദൈവത്തിൻ്റെ പദ്ധതികൾക്കെതിരെ നിൽക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം വിവരിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.